എൻ്റെ പപ്പ ജോണിനെ കടലിൽ കാണാതായി. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും എങ്ങനെയുള്ള സെർച്ചിങ്ങാണ് നടന്നത്? കടലിൽ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് പേര് പോയി. പോയവർ വളരെ ചുരുക്കം ദൂരമാണ് പോയത്. ഇത്രയും വിശാലമായുള്ള കടലാണ് കിടക്കുന്നത്. ആദ്യത്തെ ദിവസം ഇവർ പോയിട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് ഒരു ഫർദർ ആയിട്ടുള്ളൊരു രീതിയിൽ നിങ്ങൾ സെർച്ച് നടത്തുന്നില്ല? ഒരാളായതുകൊണ്ടാണ്. ഒരാളുടെ ജീവന് വിലയില്ലേ? ഒരു ഫസ്റ്റ് ദിവസം ഹെലികോപ്റ്റർ ഇറക്കിയെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ എവിടം വരെ പോയെന്ന് നമ്മൾ കണ്ടതാണ്. പേരിന് വേണ്ടി ഇറക്കി, അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നലെ ഹെലികോപ്റ്റർ ഇറക്കണമെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് നിങ്ങൾ ഇറക്കിയത് സെർച്ച് ചെയ്തില്ല? ഇന്നലെ അന്തരീക്ഷം നല്ല രീതിയിലാണ് കിടന്നത് രാവിലെ മുഴുവനും. ഇന്നലെ വള്ളവും കൊണ്ട് കുറച്ച് പേര് തിരിച്ചു വന്ന 4 പേര് വള്ളവും കൊണ്ട് തിരിച്ചു വന്ന് അവർ കടലിൽ കിടന്ന് സെർച്ച് നടത്തി. എന്നിട്ട് അവിടെ ഒന്നും കിട്ടിയില്ല. അതേസമയം നിങ്ങൾ മുകളിലൂടെ ഒന്ന് സെർച്ച് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ? എന്തുകൊണ്ട് ആ രീതിയിലുള്ള സെർച്ചൊന്നും നടത്തുന്നില്ല? എന്ത് പാവപ്പെട്ടവരായോണ്ടാണോ അതോ കടലിൽ പണിയുന്നവരായോണ്ടാണോ? ഇതേ സമയം വേറെ എവിടെയെങ്കിലും ഇപ്പോൾ വെള്ളപ്പൊക്കമോ എവിടെയെങ്കിലും വന്നാൽ നിങ്ങൾ ഉടനെ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നുണ്ട്. ഫർദറായിട്ട് നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് മത്സ്യത്തൊഴിലാളികളെ സെർച്ചിന് വേണ്ടി വിളിക്കാം. അവർ വന്ന് അതെല്ലാം അവർ ചിന്തിച്ചെടുക്കും. അന്നേരം ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ നിസ്സാരം ഇന്ന് വന്ന് സെർച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയെ പാടുള്ളൂ. അത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഒരു മത്സ്യത്തൊഴിലാളിയെ വള്ളത്തിൽ പാടുള്ളൂ. വീണ്ടും സംസാരിച്ച് വരുമ്പോഴത്തേക്ക് 2 പേരെ കയറ്റാം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ടതല്ലേ? ഒരാളുടെ ജീവൻ എത്ര സമയം എന്ന് പറഞ്ഞാണ് അവിടെ പിടിച്ചു കിടക്കുന്നത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ വേറൊരു കാര്യം കൂടെ പറയണമെന്ന് തോന്നുന്നു. ആൾക്കാർ കൂടുമ്പോൾ മാത്രമല്ല, ഓരോ സിറ്റിസൻ്റെയും ജീവന് വിലയുണ്ട്. ഓരോ സിറ്റിസൻ്റെ വാർത്തയും നിങ്ങൾ എടുക്കേണ്ടതാണ്. മുഴുവൻ ആൾക്കാർ കൂടുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ കേട്ടു നോക്കി. പിന്നെ ഇതിൻ്റെ ഹൈലി ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മളിപ്പം ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരു അപകടം വന്നാൽ മാത്രം എത്തി നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കടലിൻ്റെ കാര്യങ്ങൾ ഇവർ പറഞ്ഞല്ലോ, 12 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിനുശേഷം വരെ ഇവർ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയവർ 18 മുതൽ 20 വരെ നോട്ടിക്കൽ മൈൽ അകലെയാണ് അവർ പോയത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLA അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഒരു ജീവന് വിലയില്ലേ? 5 or 6 പേരുണ്ടെങ്കിൽ മാത്രം തന്നെ എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നുന്നു? മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാണ്. മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അറിയായിരിക്കും ഒരു ജീവൻ്റെ വില എന്താണെന്ന്. പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സിസ്റ്റം. ഓരോ സിസ്റ്റവും എടുക്കേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞ ആ പേര് തന്നെ ഇവർ മാറ്റിമറിക്കുകയാണ്. സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ കൊണ്ടിരുത്തിയിട്ട് അവരുടെ പിറകെ നിവേദനങ്ങളായിട്ട് പിറകെ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പം. അതിനി ഒരു ഇതും വരരുത്. ഇനി ഞങ്ങളായിരിക്കണം മേ ബി ദ ലാസ്റ്റ് വിക്ടിം. ഇനിയും ഈ മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ പ്രളയത്തിനും അതിനും ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. ഒരാളുടെ ന്യൂസിന് മാത്രം എന്താ ഇത്ര വിലയില്ലാത്തത്? ഓരോ ഇതിന് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളികൾ വേണം, ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികൾ വരണം. അവർ വന്നാലേ കാരണം അവർക്കേ അറിയാവൂ കടലിൻ്റെ കാര്യങ്ങൾ, കടലിലുള്ളവർക്കേ അറിയാവൂ. അല്ലാതെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഇൻഎഫിഷ്യൻസിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന FIR മാത്രം എഴുതാൻ വേണ്ടിയിട്ട് എന്തിനൊരു കോസ്റ്റ് ഗാർഡ്? FIR മാത്രം മത്സ്യപ്പെട്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ OP എഴുതുന്ന ഒരാളെ കൊണ്ട് അവിടെ ഇരുത്തിയാൽ മതി. അവരിതിനേക്കാൾ നന്നായിട്ട് FIR എഴുതും. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പൈസയോ ഞങ്ങളുടെ ടാക്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടാക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സിറ്റിസൻ്റെയും വില ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഓരോരുത്തരുടെയും വില നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ 10 or 15 പേര് കൂടുമ്പോൾ നാച്ചുറൽ കലാമിറ്റി ആയിട്ട് എഴുതി തള്ളാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? 1:30 കടലിലിറങ്ങിയവരാണ് ഇവർ. നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? ഇല്ല. ഇൻഎഫിഷ്യൻസിയുടെ ഫസ്റ്റ് തുടക്കം
അതിനുശേഷം അപകടം വന്നു, ഉടനെ നിങ്ങൾ തെരച്ചിലിന് ഇറങ്ങിയോ? നിങ്ങൾ പേടിച്ചകത്തിരുന്നു. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഹെൽപ്പിന് വരാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞ അവരെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചില്ല. എന്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചില്ല? നിങ്ങളെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് പറ്റുമ്പം നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല? കടലിൽ അവരവരുടെ സ്വന്തം റിസ്കിൽ, ഞങ്ങളുടെ അങ്കിൾമാരെ സ്വന്തം റിസ്കിൽ, എൻ്റെ പപ്പയുടെ കൂടെ പണിക്ക് പോയവരാണ് ബാക്കിൽ നിൽക്കുന്നത്. അവരവരുടെ സ്വന്തം റിസ്കിൽ ഇന്നലെ 10, 20, 22 നോട്ടിക്കൽ മൈൽ അകലെ അവർ പോയി സെർച്ച് ചെയ്തു. ഈ 22 മൈൽ ഇവർ സെർച്ച് ചെയ്യോ? ഈ 22 മൈൽ ദൂരം ഈ പറയുന്ന ഓഫീസേഴ്സ് സെർച്ച് ചെയ്യോ? 2-3 പേര് വെള്ളം ഇറക്കിയിട്ട്, ഓഫീസേഴ്സിന്റെ വശത്ത് നിന്ന് 2-3 പേര് വെള്ളം ഇറക്കിയിട്ട് ഛർദ്ദിച്ചതിന്റെ പേരിൽ, ഓഫീസേഴ്സ് ഛർദ്ദിച്ചതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നിർജീവമാക്കിയിട്ട് തിരിച്ചു വന്നവരാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ഇത്രയും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ കടലിന്റെ പണികൾ കടലിന്റെ മക്കളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയ്ക്കും നിങ്ങളെ കൊണ്ട് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തിപ്പോണം, നിങ്ങൾ റിസൈൻ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ കറക്റ്റായിട്ടുള്ള ടൈമിൽ എടുക്കണം. ഇല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല, 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇനി ഒരു പ്രാവശ്യം ഒരു നാച്ചുറൽ കലാമിറ്റി വരികയാണെങ്കിൽ ഉടനെ അതിനുള്ള ആക്ഷൻ എത്രയും പെട്ടെന്ന്. നിങ്ങൾ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ CM-ൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PM-ൻ്റെയോ ബന്ധുക്കൾ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന മീഡിയ എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? അവർ കുനിയുന്നത്, അവർ ശ്വാസം വിടുന്നത് എന്തിനാ? അവർ തല ചൊറിയുന്നത് പോലും നിങ്ങളെടുത്ത് എയർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിന് 5 ദിവസം വേണ്ടി വന്നു. നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല, ബട്ട് സ്റ്റിൽ ഇതാണ് റിയാലിറ്റി. അവരടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്കത് അവരുടെ ലിമിറ്റേഷൻ ആണ്. അത് സത്യമാണ്, അത് റിയാലിറ്റിയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് ഏത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? പറയൂ. ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? അൺലിമിറ്റഡ് ആയി നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കൊണ്ടാണ് അതിനെ കലാമിറ്റി എന്ന് പറയുന്നത്.